ഗു എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് ആ ട്രെയിലറിന്റെ വിശേഷങ്ങളിലോട്ട് പോകാം. അതൊക്കെ വെറും കഥയാ മോളെ. ദേവനന്ദി എന്ന് പറഞ്ഞ കൊച്ചുകുട്ടിയുടേതാണ് ഈ സിനിമ. ഒരു പറമ്പിലും ഒരു കുഴപ്പമില്ല. ഇല്ല. പക്ഷെ അവിടെയാണ് പ്ലോട്ട് ട്വിസ്റ്റ്. ഏതോ ബാധ കയറിയതാണത്രേ. പഴയ കാലത്ത് ഭൂതം പ്രേതം അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള എന്തോ ഒരു കഥയാണിത്. ഇതുവഴി ചൂട്ടും കത്തിച്ച് പോവാറുണ്ടത്രേ. ഭയങ്കര കാഴ്ചയായിരുന്നത്. ഓർമ്മ വച്ച കാലം മുതൽ കേൾക്കുന്ന ഗുളികൻ, യക്ഷി, പ്രേതം, ബാധ, തെക്കേച്ചോവ, അങ്ങനെ ഒരു കുഞ്ഞിനെ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റും അതല്ല. അരൂപികളുടെ ലോകം, യാഥാർത്ഥ്യത്തിനും സത്യത്തിനും ഇടയിലുള്ള ഒരു നേർത്ത ലോകം. ലാസ്റ്റ് മോഹൻലാലിന്റെ ഒരു സൗണ്ട് അതിൽ കൊടുത്തേക്കണം കേട്ടോ. പഴയ കാലത്ത് നമ്മൾ പിള്ളേരുടെ അടുത്തൊക്കെ പറയല്ലോ, അങ്ങോട്ട് പോകരുത് അവിടെ പ്രേതമുണ്ട്, അങ്ങോട്ട് പോകരുത് അവിടെ മാടനുണ്ട് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ. അതേപോലെ കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളുടെ മനസ്സിൽ വലിയവർ അടിച്ചേൽപ്പിക്കുന്ന കുറേ അന്ധവിശ്വാസങ്ങളും മറ്റു കാര്യങ്ങളും അടങ്ങിയ ഒരു കഥയാണിതെന്ന് തോന്നുന്നു. റിലീസിംഗ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മെയ് 17-നാണ്. ഇതിൻ്റെ സ്റ്റാറിങ് വന്നിരിക്കുന്നത് ദേവനന്ദ മാളികപ്പുറമാണ്. എനിക്ക് മാളികപ്പുറം സിനിമയിൽ ദേവനന്ദ ആയിരുന്നു സ്റ്റാറായിട്ട് അഭിനയിച്ചിരുന്നത്. എനിക്ക് അതുകൊണ്ടാണോ ദേവനന്ദ മാളികപ്പുറം എന്ന് വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആ കുട്ടിയുടെ പേര് ദേവനന്ദ എന്നാണ്. പിന്നെ സൈജു കുറുപ്പാണ്. പിന്നെ നിരഞ്ജ് മണിയമ്പിള്ള രാജുവിൻ്റെ മകനാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ മനു രാധാകൃഷ്ണനാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോനത്തൻ ബ്രൂസാണ്. മറ്റൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം.